വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ നമ്മൾ തേങ്ങ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കില്ലേ, അതേ സെയിം മെത്തേഡിൽ തന്നെ, പക്ഷെ നമ്മൾ ക്യാരറ്റ് വെച്ച് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും ഇപ്പോൾ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ നമുക്ക് കുറച്ച് പാല് വേണം. പാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ പാല് വേണ്ട, ഒരു ഗ്ലാസ്സിൽ ഹാഫ് പാല് മതി. അതിൽ ഹാഫ് വന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നത്തെ ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വളരെ കുറച്ച് പാല് മതി. പിന്നെ ഒരു എഗ്ഗ്, കുറച്ച് സ്വീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് ഗീ, പിന്നെ കുറച്ച് മൈദ വേണം ഡോ ഉണ്ടാക്കാനായിട്ട്. നമ്മളൊരു ബോൾ എടുത്ത് വെച്ചു. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ സ്റ്റഫ് ചെയ്യാനുള്ള ഡോ ആണ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് മൈദ ഇട്ട് കൊടുക്കുക. നമ്മൾ മൈദ എടുത്തിരിക്കുന്നത് ഒരു ബോൾ മൈദയാണ്. മൈദ ഇടുക. അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഡോ കുറച്ചുകൂടിയും സ്വീറ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് ഈ സ്വീറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മളപ്പോൾ നന്നായിട്ട് കുറച്ച് മിക്സ് ചെയ്തെടുത്തു പാലൊഴിച്ചിട്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാലൊഴിക്കാണ്ട് അതിന് മുമ്പ് നമുക്ക് ഒരു എഗ്ഗ് ഒഴിച്ചു കൊടുക്കണം. കാരണം ഡോ കുറച്ചും കൂടി നന്നായി ആവാനായിട്ട് ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് ടൈറ്റിൽ ഇത് മിക്സ് ചെയ്യണം, നല്ലത് ഗുണമുള്ളൂ. നമുക്ക് ഇനി വന്നിട്ട് ക്യാരറ്റ് സ്റ്റഫ് ചെയ്യാനുള്ള ക്യാരറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്താലോ, അത് നമുക്ക് ജസ്റ്റ് ഈ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് നമുക്കിവിടെ പാൻ വെച്ചു. ഇതിലേക്ക് നമുക്കിനി ഗീ ഒഴിച്ചു കൊടുക്കാം. സോ അത് ഗീയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്യാരറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഗീയിലാണ്. അപ്പോൾ കുറച്ചധികം ഗീ ഇട്ടാൽ കിട്ടുമായിരിക്കും. ഗീ ഒന്ന് മെൽട്ടായി വരാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് മെൽട്ടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇടാം. അപ്പോൾ ഏകദേശം അത് മെൽട്ടായി. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ടാലോ. ഗീ കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമുക്ക് ഇതിലിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഗീയിൽ വാടി തരണം, അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. പക്ഷെ മിൽക്ക് ഒഴിച്ചതിന് മുമ്പ് വേണം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാരറ്റ് കുറച്ചിങ്ങനെ മെൽട്ടായി, ഗീയിൽ കുറച്ചിങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. പാലൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് അതിന്റെ ടൈമിൽ കുറച്ച് കാഷ്നട്ട് ഇടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത് സ്ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കായി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും സ്ലോ ഫ്ലെയിമിൽ കൊടുക്കും. അപ്പം നമുക്ക് ഭയങ്കര പാലിന്റെ ഫ്ലേവർ ഇഷ്ടം. കുറച്ച് നേരം നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. റെഡി, കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാവും. കുറച്ച് ചൂടാവുന്ന നേരം നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്തേക്കാം. കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടും. സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡോ ഉണ്ടല്ലോ, അത് പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ചെറുതായിട്ട് പപ്പടമൊക്കെ ഉണ്ട് അതേ ഷേപ്പിലായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റഫ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് 3 വെറൈറ്റി ആയിട്ട് സ്റ്റഫ് ചെയ്ത് ഫോൾഡ് ചെയ്യാം.
അപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഇതിടാവൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഉരുളിയിലാണ് വെക്കണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് നല്ല പെട്ടയിട്ട് സാധനം വരും. അപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഓപ്പണായി പോകാതെ നോക്കണം. അപ്പോൾ നമ്മൾ എയറൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റിലും ആയിരിക്കണം അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടത്. മുറിച്ചെടുത്തു, 50-50 അടിച്ചു. ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. അമ്മച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തോട്ടെ. സൂപ്പർ. എയർ വെച്ചപ്പോഴേക്കും തന്നെ വെരി വെരി സൂപ്പർ ആയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, തിന്ന് നോക്കുക. അപ്പൊ അറിയാം അതിന്റെ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യും, ആരും മിസ്സാക്കരുത്. ബൈ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ബൈ.